കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരയാത്ര ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കായംകുളം പാർക്ക് മൈതാനിയിൽ എത്തിച്ചേരുമെന്ന് സ്വാഗത സംഘം കായംകുളം മേഖലാ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ എ.ജെ. ഷാജഹാൻ അറിയിച്ചു. ജില്ലയിലെ പര്യടനത്തിന്റെ സമാപനവുമായി ബന്ധപ്പെട്ട സമ്മേളനം കായംകുളം പാർക്ക് മൈതാനിയിൽ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ പ്രമോദ് പുഴങ്കര ഉദ്ഘാടനം ചെയ്യും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു നയിക്കുന്ന ആശാമാരുടെ രാപ്പകൽ സമരയാത്ര ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കായംകുളത്ത് എത്തിച്ചേരുമെന്ന് സ്വാഗത സംഘം കായംകുളം മേഖലാ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ എ.ജെ. ഷാജഹാൻ അറിയിച്ചു. ഇവിടെ 7-ാം തീയതി എത്തിച്ചേരുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. കേരളത്തിലെ 26,000-ഓളം വരുന്ന ആശാ വർക്കർമാർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വന്ന സമരത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഐതിഹാസികമായ ആശാസമരം 7-ാം തീയതി ജൂൺ 7-ാം തീയതി കായംകുളത്ത് എത്തിച്ചേരുകയാണ്. വളരെ ന്യായവും ജീവിതഗന്ധിയുമായിട്ടുള്ള ഈ സമരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കായംകുളത്തെയും പരിസര പ്രദേശത്തെയും മുഴുവൻ ആശമാരും 7-ാം തീയതി വൈകുന്നേരം കായംകുളം പാർക്ക് മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ആ വിഭാഗത്തിൻ്റെ അവകാശ സമര പോരാട്ടങ്ങളുടെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമരമാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം കായംകുളത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുണ്ട്. അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും ദുഃഖവും ദുരിതവും മനസ്സിലാക്കുന്ന ഏതൊരാളും ഈ സമരത്തിൽ ഭാഗവാക്കാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കായംകുളത്ത് പോലീസ് സ്റ്റേഷന് സമീപം എത്തിച്ചേരുന്ന സമരത്തെ നമ്മൾ കായംകുളം നഗരം ചുറ്റി പാർക്ക് മൈതാനത്തെത്തി അവിടെ പ്രമുഖരായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ പ്രസംഗിക്കുന്ന ഒരു യോഗത്തിന് ശേഷം രാത്രിയിൽ അവർ തെരുവിലുറങ്ങുകയാണ്. രാത്രിയിൽ അവരുടെ സമരത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സംവിധാനം എന്ന് പറയുന്നത് രാത്രി വരുന്നവരെല്ലാം തെരുവിലുറങ്ങുകയാണ്. തെരുവിൽ കഴിയേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഈ ഗവൺമെൻറ് എന്താണ് ഈ രാജ്യത്തെ ഈ പാവപ്പെട്ട ഈ ആശാവർക്കർമാരുടെ സ്ഥിതി എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് തെരുവിലുറങ്ങുക എന്ന് പറയുന്ന ഏറ്റവും ഉജ്ജ്വലമായ വളരെ ആവേശകരമായ ഈ സമരത്തിന് അവർ നേതൃത്വം കൊടുക്കുന്നു. തീർച്ചയായും നമുക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സാമൂഹ്യമായി ചിന്തിക്കുന്ന എല്ലാവരും, സമൂഹത്തോട് ബാധ്യതയുള്ള എല്ലാവരും അവരുടെ സമരത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങണം എന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാസർഗോഡ് നിന്നും ആരംഭിച്ച രാപ്പകൽ സമരയാത്ര ജില്ലയുടെ സമാപനമാണ് കായംകുളത്ത് നടക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ പ്രമോദ് പുഴങ്കര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ആശാവർക്കർമാർ നടത്തിവരുന്ന അതിജീവന സമരം 4 മാസം തികയുമ്പോഴാണ് സമരയാത്ര നടക്കുന്നത്. പട്ടിണി കൂടാതെ ജീവിക്കുവാൻ മിനിമം വേതനം, വിരമിക്കൽ ആനുകൂല്യം, പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ സമരം തുടങ്ങിയത്. മെയ് 5-ന് കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച സമരയാത്ര കേരളത്തിലെ 14 ജില്ലകളിലും സഞ്ചരിച്ച് തെരുവിലുറങ്ങി 45 ദിവസം പിന്നിട്ട് ജൂൺ 18-ന് മഹാറാലിയായി തിരുവനന്തപുരത്ത് എത്തിച്ചേരും. കായംകുളത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ജാഥയ്ക്ക് പാർക്ക് മൈതാനിയിൽ സ്വീകരണം നൽകും. അഡ്വക്കേറ്റ് ഇ സമീർ, ബി ദിലീപൻ, അഡ്വക്കേറ്റ് ഒ ഹാരിസ്, കെ പുഷ്പദാസ്, സുനിൽ കൊപ്പാറേത്ത്, പ്രൊഫസർ രഘു ആഞ്ചിയിൽ, സുഷമ തങ്കപ്പൻ, എസ് രാജേന്ദ്രൻ, മായ വാസുദേവ്, സുജാത സരോജം, എ എം കബീർ, എ നിസാർ, അഡ്വക്കേറ്റ് സാജു കുന്നത്ത്, എൻ ഉദയകുമാർ, എ ഇർഷാദ് ആറ്റുകുഞ്ഞ്, കെ ജെ ഷീല, കെ എസ് ആനന്ദചന്ദ്രൻ, സജീർ കുന്നുകണ്ടം, ടെൻസി ഗംഗ, സത്യൻ, ജയ, ശശികല, തത്ത ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിക്കും. തെരുവ് നാടകം, സംഗീത സഭ, കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയവയും രാപ്പകൽ സമരയാത്രയുടെ ഭാഗമായി നടക്കും. ആശാപ്രവർത്തകർക്ക് ഹോണറേറിയം അനുവദിച്ച കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി കോട്ടിരേത്, കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി തയ്യിൽ എന്നിവരെ സമ്മേളനത്തിൽ ആദരിക്കും. CDNet ന്യൂസ്, കായംകുളം.